മുജാഹിദുകൾ ഈ നാട്ടിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മദ്രസ പ്രായം മുതൽ ഉസ്താദുമാര് തന്ന ചാപ്പകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരെ നാളെ നരകത്തിലേക്ക് തള്ളിയിടപ്പെടുന്ന രംഗത്ത് മനുഷ്യന്റെ വിലാപമുണ്ട്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ലൗ കുന്നാ നസ്മഉ, നമ്മൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ, ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ, ഈ തെളിവുകളൊക്കെ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ, വലിയ വലിയ മാർക്ക് വാങ്ങിയ സർട്ടിഫിക്കറ്റുകളും വലിയ വലിയ ബിസിനസ്സുകൾ നടത്തുന്ന വലിയ വലിയ ബുദ്ധിയും കഴിവും കാഴ്ചപ്പാടും ഒക്കെ ഇതൊന്ന് പരിശോധിക്കാൻ ചെലവഴിച്ചിരുന്നെങ്കിൽ ഏലസ് കെട്ടുന്നതിന്റെ വിധി എന്ത്, മാലയെടുക്കുന്നതിന്റെ വിധി എന്ത്, റാത്തീബിന്റെ ഹുക്ം എന്ത്, അതിൽ അവരുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ കുഴപ്പമുള്ളതാണോ അല്ലേ എന്നത് ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നരകത്തിലേക്ക് തള്ളിയിടപ്പെടുമ്പോൾ ആലോചിക്കേണ്ടതല്ല. ഞാൻ എന്റെ വിഷയം നിങ്ങളുടെ മുന്നിൽ സമർത്ഥിക്കാൻ കുറച്ചുകൂടി തെളിവുകൾക്ക് വേണ്ടി ക്ലിപ്പും ചില ബുക്സും ഒക്കെ കാണിച്ചാണ് ഇൻഷാ അല്ലാഹ് പോകാൻ വിചാരിക്കുന്നത്. എന്റെ സംസാരത്തിന് ഒരു ഓഫർ നിങ്ങൾക്ക് തരാൻ പറ്റും കേട്ടോ. ക്ലിപ്പൊക്കെ കിട്ടുന്ന ഒരു പരിപാടി എന്നുള്ള നിലക്ക് ഒരു ഓഫർ എനിക്ക് തരാൻ പറ്റും. ആ ഓഫർ എന്താ അറിയോ? ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഏതെങ്കിലും ഉസ്താദിനെ മോശമാക്കി സംസാരിക്കുകയോ പരിഹസിക്കുകയോ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിനും നിലവാരത്തിനും ചേരാത്ത വാക്കുകൾ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ എന്നെ തിരുത്തണം. കാരണം ഇത് എന്റെ പൈസക്ക് ഞാൻ എണ്ണടിച്ചു വന്ന് ഒരു ഇബാദത്തായി ഞാൻ മനസ്സിലാക്കി എന്റെ ഈ വൈകുന്നേരത്തെ സമയം അള്ളാഹുവിന്റെ ദീന് പറയണം എന്നുള്ള നിലയ്ക്ക് തൗഹീദ് പ്രബോധനം എന്നത് ഫർള് ഐനാണെന്ന് വിശ്വസിച്ച് ഇശാ നിസ്കാരം സുബഹി നിസ്കാരം പോലത്തെ ഒരു ബാധ്യത എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യമാണ്. ആരെയും കൊച്ചാക്കാനല്ല. ഞാനടങ്ങുന്ന മുജാഹിദ് പ്രബോധകരെ കുറിച്ച് ഈ നാട്ടിൽ പ്രചരിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്താ? അവര് തിരുമറികളും വെട്ടിപ്പുകളും നുണകളും പറയുന്നവരാണെന്നാണ്. അതല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ക്ലിപ്പ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ആരും പരിഹസിക്കാനല്ല കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോ ഇപ്പോൾ ടി കെ അഷ്റഫ് സാഹിബ് അദ്ദേഹത്തിന്റെ അവസാനം പറഞ്ഞ എന്താ? അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ, ഔലിയാക്കളുടെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണ് അല്ലേ? എത്ര എത്ര ആയത്തുകളുണ്ട് റബ്ബിനെ മാത്രമേ വിളിച്ചു തേടാൻ പറ്റുള്ളൂ എന്ന്. റബ്ബിനെ മാത്രമേ വിളിച്ചത് ഒന്ന് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അവിടെ നെഞ്ചത്ത് കൈവച്ച് നെഞ്ചത്ത് കൈവച്ച് 17 തവണ പറയാണ്, ചെയ്യണത് വേറെ. പിന്നെ വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, ചോദിച്ചോ ഞാൻ ഉത്തരം തരാം. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ച നബിയെ പറഞ്ഞോ ഞാൻ സമീപസ്ഥനാണ്. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എന്റെ അടിമകൾ നിരാശപ്പെടേണ്ട, എന്നോട് ചോദിച്ചോ ഞാൻ പുറത്തു തരും, മാപ്പ് തരും. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എന്താ? എന്റെ അടിമയുടെ വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, എന്റെ അടിമയുടെ ഉള്ളിലുള്ള എല്ലാ വിഷമവും എനിക്കറിയും. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, കണ്ട നാടിയോളം ഞാൻ അവനോട് അടുത്തവനാണ്. ഇനിയോ പിന്നെ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവൾ കേൾക്കുകയില്ല. വലൗ സമയു, കേട്ടു തന്നെ സങ്കല്പിച്ചാലും മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. യൗമുൽ ഖിയാമത്തി യക്ഫുറുൻ ബിശിർക്കിക്കും, അന്ത്യദിനത്തിൽ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിനെ അവർ നിരാകരിക്കുകയും ചെയ്യും. വമൻ അളല്ല മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കുന്നവർ എത്രത്തോളം മോശക്കാരാണ്. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന തദ്ഉന മിൻ ദൂനിഹി, പ്രാർത്ഥിക്കപ്പെടാനുള്ള അവകാശം റബ്ബിന് മാത്രമാണ്. അവന് പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരൽപ്പം പോലും അവർക്ക് ഉത്തരം നൽകുകയില്ല. ഇല്ലാ കബാസുതി കഫൈഹി ഇലൽ മാഇ, വെള്ളത്തിലേക്ക് കൈനീട്ടി ഇങ്ങനെ കാത്തിരിക്കുന്നവന് തൊണ്ടയിലേക്ക് വെള്ളമെത്താത്തതുപോലെ പ്രാർത്ഥിക്കുന്നവന് ഉത്തരം കിട്ടുകയില്ല. എത്രണ്ണം വേണം തെളിവ്? ഇത് നമ്മളുണ്ട് ഓതിയിട്ട് അങ്ങാടിയിൽ സദസ്സിലും സൈഡിലും ഒക്കെ ഇങ്ങനെ കേട്ടിരിക്കണ കുറെ ആൾക്കാരുണ്ടാകും, യൂട്യൂബിൽ കേൾക്കണവരുണ്ടാകും. അവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു വർത്താനാണ് എന്തെന്നറിയോ? മുജാഹിദുകളുടെ തൗഹീദൊക്കെ തകർന്നു പോയിട്ടുണ്ട് കേട്ടോ, 8ഉം 10ഉം പീസായി അത് മാറിയിട്ടുണ്ട്. 8ഉം 10ഉം പീസായിട്ടത് മാറിയിട്ടുണ്ട്. അതൊന്ന് കേട്ടോളി. ഏറ്റവും ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വന്ന പാർട്ടി 8 വിഭാഗമായി കൂട്ടി. ഈ 8 വിഭാഗവും മറ്റുള്ള ഓരോ ഗ്രൂപ്പിനെയും അഫ്രാദ്. ഇതാണ് മൂപ്പര വാദം. നമുക്കൊന്ന് പരിശോധിക്കാം. നോക്ക് നിങ്ങൾ. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ വിചാരിക്കണം. ഞങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടറിയോ? ഞങ്ങളിത് ഞങ്ങളുടെ മുഖ്യ അജണ്ട ഇത് തന്നെ ആക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കും കേട്ടോളി. ഒരു ബാംഗ്ലൂരിൽ വെച്ച് നടന്നൊരു മുഖാമുഖത്തിൽ ഇതേ വ്യക്തിയോടാണ് ചോദ്യം. എന്താ ചോദ്യം? ആ ചോദ്യ ഉത്തരങ്ങളൊന്ന് കേൾക്കും. എന്നിട്ട് മുസ്ലിം സമുദായം നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കട്ടെ. ചെറുതിലെ എല്ലാ അപകടത്തിലും മഹീദ്ദീൻ ഷെയ്ഖിനെ കാക്കനെ, എല്ലാ ആക്സിഡൻറ്റിലും ആകുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് മഹീദ്ദീൻ ഷെയ്ഖിനാണ്. ആ മഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെയും ഞങ്ങൾ വിളിക്കുന്നത്. ഉമ്മ പറഞ്ഞു തന്നതുകൊണ്ട് അതേ ഹോബിയായിരിക്കും.
എന്നിട്ട് എന്താകും, എല്ലാ അപകടത്തിലും ഞങ്ങൾ മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കും. എന്നിട്ട് ആ അപകടത്തിൽ യാ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ വിളിച്ച് ഞാൻ മരിച്ചു, യാ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ച് ഞാൻ മരിച്ചു. അല്ലെങ്കിൽ യാ അള്ളാഹ്നെ വിളിച്ചാണോ അയാൾ സ്വർഗത്തിലാണോ, യാ മൊഹീദ്ദീൻ ഷേഖിനെ വിളിച്ച് മരിച്ചാലാണോ സ്വർഗത്തിൽ? രണ്ടാളും സ്വർഗത്തിലാകുന്നു എന്നാണ് അതിന്റെ മറുപടി. മുഅ്മിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇസ്ലാം സ്വീകരിച്ച ആളാണെങ്കിൽ കേട്ടല്ലോ, രണ്ടാളും സ്വർഗത്തിലാണ്. മരിക്കണ നേരത്ത് പോലും മനുഷ്യന്മാരെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിക്കാൻ സമ്മതിക്കാതെ മുഹീദ്ദീൻ ശൈഖ് എന്ന് വിളിച്ച് മരിച്ചാലും മതി എന്നാണ്. എന്താ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗത്തിലാണ്. ഇയാളടങ്ങുന്ന ഉസ്താദുമാരോട് ഞാൻ ചോദിക്കാണ്, മഹാത്മാക്കളെ വിളിക്കാമെന്ന് മരിക്കുന്ന നേരത്ത് വിളിക്കാമെന്ന് അല്ലാഹുവിന്റെ കിതാബിൽ എവിടെയെങ്കിലും ഉണ്ടോ? പ്രവാചകന്റെ ചര്യയിലുണ്ടോ? ലക്ഷക്കണക്കിന് സ്വഹാബത്ത് വഫാത്തായപ്പോൾ മുത്തുനബിയെ വിളിച്ചിട്ടുണ്ടോ? ഇതാ ചോദ്യം. ഈ ചോദ്യത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ഭയമുള്ളത് കൊണ്ടാണ് മുജാഹിദികൾ പൊട്ടി 8 തൗഹീദായി പരസ്പരം കാഫറാക്കുകയാണെന്ന് കള്ളത്തരം പറയേണ്ടി വരുന്നത്. ഇനി ഇങ്ങനെ മരിക്കണ നേരത്ത് പോലും മുഹീദ്ദീൻ ശൈഖിനെ വിളിപ്പിക്കുന്ന ആൾക്കാർ ഈ ഒരു കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇപ്പൊ എവിടെ എത്തി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവരുടെ ഇടയിൽ ശക്തമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത് ഉന്നയിച്ച് മുഖാമുഖങ്ങളിലൂടെ ഇത് പഠിപ്പിച്ച്, ഞാൻ വെറുതെ പറയണല്ല, 25 കൊല്ലം മുമ്പ് തൗഹീദ് പ്രസംഗിച്ച, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് തൗഹീദ് പ്രസംഗിച്ച ഞങ്ങളുടെ മഹാപണ്ഡിതന്മാർക്ക് കിട്ടാത്ത സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താ? ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് കൊടുത്താൽ കിട്ടും. ഓരോന്ന് സെർച്ച് കൊടുത്താൽ കിട്ടും. ഞങ്ങൾ നടത്തിയ മുഖാമുഖങ്ങൾ, ഇഷ്ടംപോലെ മുഖാമുഖങ്ങൾ. ആ മുഖാമുഖങ്ങളിലൊക്കെ ഉസ്താദുമാർ വന്ന് കിതാബ് വായിച്ച് ചോദ്യം ചോദിക്കുന്ന രംഗങ്ങളുണ്ട്. ഇപ്പോഴും എടുത്ത് കാണിക്കും. എന്താ, മുജാഹിദ് പണ്ഡിതന്മാർക്ക് കിതാബ് അറിയില്ല, അവർക്ക് മനസ്സിലൊക്കെ പണ്ടേ ചാപ്പത്തി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചപ്പോ ശക്തമായി പിന്നെ കാന്തപുരം വിഭാഗത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ടീം ഉണ്ടായി വന്നു. എന്താ ടീം പറയുന്നത്? ശരിക്കല്ല, പക്ഷെ നമ്മൾ ചോദിക്കേണ്ടതില്ല. മരിക്കണ നേരത്ത് വരെ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കണമെന്ന് പഠിപ്പിച്ച ആൾക്കാർ ഞങ്ങളെ ദഅവത്തിന്റെ 8 പൊട്ടി എന്ന് പറയണേ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്തിന്റെ ദൗത്യത് എത്ര പൊട്ടായി പൊട്ടിയാലും ഈ ശബ്ദം ഒരിക്കലും നിലച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രഘോഷണങ്ങൾ ഈ കഴിഞ്ഞ 10 കൊല്ലം 20 കൊല്ലമായിട്ട് ആണല്ലോ പല പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞങ്ങളുടെ സംവാദങ്ങൾ നടക്കേണ്ട പോലെ നടന്നിട്ടുണ്ട്, ഞങ്ങളുടെ വാളുകൾ നടക്കേണ്ട പോലെ നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് മാത്രം 10-600 പുതിയ പള്ളികൾ ഈ നാട്ടിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, നിറഞ്ഞൊഴുകുന്ന പള്ളികൾ. അതുകൊണ്ട് ഈ ദൗത്യം ശക്തമായിട്ട് തുടരുക. ആ തുടർച്ച ഉസ്താദുമാരുടെ ഉള്ളിലേക്ക്, സംഘടനകളുടെ ഉള്ളിലേക്ക് എത്തുന്ന മനോഹര കാഴ്ചയാണ് ഞങ്ങളുടെ മുൻഗാമികൾക്ക് കാണാൻ കഴിയാത്ത കാഴ്ച. മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു നിന്നു എന്ന് നിങ്ങൾ പറയുന്ന ആ കാലത്ത് കാണാൻ കഴിയാത്ത കാഴ്ചയാണ് കാണുന്നത്. അത് ഈ വ്യക്തി തന്നെ ഒന്ന് പറയട്ടെ, മൂപ്പരെ കൊണ്ട് ഒക്കെ പറയിപ്പിക്കാം, പറയട്ടെ. അവർ പറയുന്നത് ശ്രദ്ധിക്കാനൊന്നും നമ്മൾ പറയണ്ട, പക്ഷേ അത് ചെയ്യാനുള്ളതല്ല. നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ശിർക്കാന്ന് പറയും വേണ്ട. ബുക്ക് നിങ്ങൾ അതാണ് വന്നിരായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് കഴിഞ്ഞ ആഴ്ചയിൽ മർക്കസിൽ നടന്ന സഖാഫി സംഗമത്തിൽ 2 ദിവസം ക്ലാസ് എടുത്തത് ഇസ്തിഗാസയെ സംബന്ധിച്ച്. ഇസ്തിഗാസ ചെയ്യണം. ആർക്കാണ് ക്ലാസ് എടുക്കുന്നത്? നാഫികളായ ആളുകൾ. അതിൽ ഉസ്താദ് പ്രത്യേകം പറഞ്ഞു, ഇവിടെ ഒരു പ്രസ്ഥാനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രസ്ഥാനം ഇസ്തിഗാസ ശിർക്കൊന്നുമല്ല, എന്നാലും അത് ചെയ്യാനുള്ളതല്ല എന്ന് പറഞ്ഞതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനം ഇറങ്ങിയിട്ടുണ്ട്. ശരിയല്ല അത്. കണ്ടോ, മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന കാര്യം മർക്കസിന്റെ ഉള്ളിലേക്ക് എത്തിയാണ് ഞങ്ങൾ പറയുന്നത്. സഖാഫിമാർക്ക് ഇസ്തിഗാസ ചെയ്യണം എന്ന് ക്ലാസ് എടുത്തു കൊടുക്കേണ്ട ഇടത്തിലേക്ക് എത്തിയിരിക്കുന്നു. തൗഹീദിന്റെ ശബ്ദം അതിശക്തമായി ജനങ്ങളുടെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുക. CD ഇറക്കിയപ്പോൾ എന്ത് ചെയ്തെന്നറിയോ? ഉസ്താദ് പ്രസംഗിക്കണ ഈ ഭാഗം മുക്കി എങ്ങനെ പറയട്ടെ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ ഭാഗം അപ്രസ്ഥാനക്കാർ മുക്കി യൂട്യൂബിലേക്കാണ്. ആ ഭാഗം മാത്രമല്ല, ഒരു 3 മിനിറ്റ് കട്ടുപോയി. പക്ഷേ ഇസ്തിഗാസ ചെയ്യണമെന്ന് പറയുന്നവരുണ്ടാവുമല്ലോ, അവർ പറഞ്ഞു വിടന്നുമാണല്ലേ ഞങ്ങൾ വിടും. രണ്ടാമത് വീണ്ടും അത് കട്ടുപോയ ഭാഗം, വിട്ടുപോയ ഭാഗം രണ്ടാമതൊന്ന് പൂരിപ്പിച്ചു കൊണ്ടുപോകും. ഇവരാരാ ആൾക്കാരറിയോ? ശരിക്കും കേട്ടോളി. നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി,
റസൂലിനെ ഇടയാളയാനാക്കുന്നത് എന്തിന് എന്ന വഹാബി മൗദൂദി ചർച്ചകൾ മുനാഫിക്കുകളുടെ വിശ്വാസമായിരുന്നു എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് തൗഹീദ് സമഗ്ര പഠനത്തിന്റെ പേജ് 249 എഴുതിയ ആൾക്കാരാണ്. അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ച് അതിന് മുഖാമുഖം നടത്തുന്ന ആളുകൾക്ക് എന്താ ചിർക്കല്ല, പക്ഷെ ചോദിക്കണ്ട, ചിർക്ക് എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിശ്വസിക്കണില്ലെങ്കിൽ ചോദിക്കണ്ട എന്ന് പറയുന്നിടത്തേക്ക് എത്തി. മുജാഹിദുകൾ വളർന്നു, പൊളിഞ്ഞു, ആകെ തകർന്നു എന്ന് പറയുന്ന കാലത്താണ് ഇത് നടക്കുന്നത്. ഇനി കേട്ടോ, ഞാൻ അടുത്തൊന്ന് വായിച്ചുതരാം. എന്താ വിളിക്കപ്പെടുന്നവരിൽ ഏറ്റവും മെച്ചപ്പെട്ട മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ. അള്ളാനെ വിളിക്കുന്നതിനേക്കാളും നല്ലത് മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കലാണ് എന്ന് കുതുബിയത്ത് പരിഭാഷയും വിശദീകരണവും പേജ് 10 അല്ലെ പാറന്നൂർ PP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഇങ്ങനെ വിശ്വസിച്ചൊരു സമൂഹം ഇതിലേക്ക് എത്തുകയാണ്. ഇത് ഇയാൾ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കുക. നിങ്ങള് മറുകക്ഷിയിൽ ഒരാളൊരു ആരോപണം ഉന്നയിച്ചിട്ട് നമ്മളോട് പറഞ്ഞില്ല, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാന്തപുരം തന്നെ പറയട്ടെ. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു ചുരുക്കൊന്നുമല്ലെങ്കിലും മുസ്ലിക്കൊന്നുമല്ലെങ്കിലും ഞാൻ ചോദിച്ചോളൂന്നില്ല. എത്രയാളാ ചോദിച്ചത്? ഇമാം ബൂസീരി. ഓക്കെ, അദ്ദേഹം പണ്ടേ പറഞ്ഞു എന്ന തെളിവ് ഇങ്ങനെ പറഞ്ഞ് പഠിക്കപ്പെട്ടു. ഇത് വളരെ ശാസ്ത്രീയമായി വ്യവസ്ഥാപിതമായി ഓരോന്നും പണ്ട് പ്രസംഗം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, പണ്ട് പ്രസംഗം ഉണ്ടായിരുന്നുള്ളൂ, സമ്പാദം ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഓരോന്നും സൂക്ഷ്മാർത്ഥത്തിൽ മനുഷ്യരുടെ ഉള്ളിലേക്ക് ജാതിമത വ്യത്യാസമില്ലാതെ നിങ്ങളുടെ കണ്ണും കാതും കിഡ്നിയും കരളും നിങ്ങൾക്ക് മിടിക്കുന്ന ഹൃദയവും തന്ന റബ്ബിനെ ആരാധിക്കണമെന്ന അവൻ അക്ബറാണെന്ന സന്ദേശം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളെ ജിന്നാരോപണത്തിന്റെ പേരിൽ ഞങ്ങളെ വ്യത്യസ്തമായ ചാപ്പകൾ കുത്തി ചിലർ അങ്ങനെ നടക്കുമ്പോൾ തന്നെ അവർക്ക് മറുപടികൾ വേണ്ടെന്നും ആ ചർച്ച ഇവിടെ പൊതുയിടത്തിൽ വേണ്ടെന്നും ഞങ്ങൾ തീരുമാനിച്ചെടുത്തോണ്ടറിയോ. ഏലസും ഐക്കല്ലും കെട്ടി സത്യങ്ങളൊന്നും അറിയാതെ ഒരിക്കൽ പോലും ഞങ്ങളെ കേൾക്കാതെ ജീവിക്കുന്ന 10,000 ഈ നാട്ടിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. ഇനി സുഹൃത്തുക്കളെ, ആരെ തൗഹീദാ പൊളിഞ്ഞത്? ആർക്കൊക്കെ എന്തൊക്കെ വാദം? ഞാൻ നിങ്ങളെ ആദ്യത്തെ വാദം കേൾപ്പിച്ചുതരാം. അപ്പൊ ആദ്യം കേട്ട വാദം എന്താ? ആദ്യം കേട്ട വാദം ശിർക്ക് അല്ല പക്ഷേ ചോദിക്കണ്ട എന്നാണ്. അടുത്തൊരു വാദം എന്താ അറിയോ? നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറില്ല, നമ്മൾ പണ്ട് പറഞ്ഞു വന്ന വാദം അത്. പ്രാർത്ഥിക്കാറില്ല, നമ്മൾ സഹായതയൊക്കെ നടത്താറുണ്ട്. കാരണം പ്രാർത്ഥിക്കരുത് എന്നുള്ള ആയത്തും ഹദീസും ഡസൻ കണക്കിന് ഉന്നയിക്കുമ്പോൾ കൊണ്ടുവന്ന വാദമാണ്. പ്രാർത്ഥിക്കുന്നു എന്നത് മുജാഹിദുകൾ ഞങ്ങൾക്കെതിരിൽ പറയുന്ന കള്ളത്തരമാണ്. അത് പേരോട് തന്നെ പറഞ്ഞോട്ടെ. പ്രാർത്ഥിക്കലുണ്ടോ? ഇല്ല, അപേക്ഷിക്കില്ല. ദൈവത്തോട് ചോദിക്കുന്നവര്, ഈശ്വരനോട് ചോദിക്കുന്നവര്, പടച്ചവനോട് ചോദിക്കുന്നതിന് പറയുന്ന വാക്കാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീങ്ങളും മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണ്. മുതലാളിയോട് പ്രാർത്ഥിച്ചു എന്ന് പറയും, അത് അപേക്ഷിച്ചു എന്ന് പറയും. ആരോഗ്യമുള്ളവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയോ? അപേക്ഷിച്ചു എന്ന് പറയും. പണക്കാരോട് അപേക്ഷിച്ചു എന്ന് പറയും. അമ്പിയാക്കളോട് ഇസ്തിഗാസയും സഹായം തേടി എന്ന് പറയും. അതുപോലെ അപേക്ഷിച്ചു എന്ന് പറയും. ഇത് നിങ്ങൾ ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണ്. നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ ഉണ്ടാക്കിയ വാചകമാണ് എന്നാണ്. എന്നാലോ ഒന്നുകൂടി ഇത് ഉറപ്പിച്ചു പറഞ്ഞു. ഒന്നുകൂടി ഇത് ഉറപ്പിച്ചു പറഞ്ഞു. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. എന്താ പറയണേ? നമ്മൾ പ്രാർത്ഥിക്കണില്ല, അങ്ങനെ ചെയ്യണില്ല, അങ്ങനെ ഒരു മുസ്ലിം വിശ്വസിക്കൂല എന്നാ പറഞ്ഞത്. എന്നാ ഇതേ ആളുകളുടെ വാദം എന്താ? ഇതേ ആളുകളുടെ വാദം നിങ്ങൾ കേട്ടോ. ഞാൻ പറഞ്ഞത് നേരത്തെ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുനാഫിഖാണെന്ന ഒരു വാദം. അത് മാത്രമല്ല, അള്ളാഹു അല്ലാത്തവരോടാണ് ഏറ്റവും ചോദിക്കാൻ നല്ലതെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, സുന്നത്ത് മാസിക എഴുതി, യാ സയ്യിദ സാദാത്തി ജിതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. സയ്യിദന്മാരുടെ നേതാവായ നബിയെ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഖ്ദൂമിദ തങ്ങളുടെ സമീപത്തെത്തിയിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ഇതിനാക്കി മടക്കരുതേ. മങ്കൂസ് മൗലൂദ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ഈ ഇതിന്റെ വരികളുടെ അർത്ഥം കൊടുത്തിട്ട് പറയാം. വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബിയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപയുക്ത മൗലിദ് വരികൾ. ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല എന്നൊരു സ്ഥലത്ത് പറയാം, പ്രാർത്ഥിക്കാന്ന് വേറൊരു സ്ഥലത്ത് പറയാം. ഞങ്ങളെ തൗഹീദിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇടുക്കിങ്ങൾ മഞ്ചേരിയിൽ ഒന്ന് വിശദീകരിക്കും. ഇനി തീർന്നില്ല, ഇതുകൊണ്ടും തീരുന്നില്ല. ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് നമുക്ക് വീണ്ടും കാണാൻ പറ്റും. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി. അപ്പൊ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് ആര് തെര്യപ്പെടുത്തി? സുന്നി പണ്ഡിതന്മാർ ആരെ തെര്യപ്പെടുത്തി?
സുന്നി പണ്ഡിതന്മാർ മുജാഹിദുകളെ തെരഞ്ഞെടുപ്പെടുത്തി എന്നാണ്. അപ്പൊ നിങ്ങൾ കാണുന്നത് എന്താ? ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കാന്ന് നമുക്ക് വാദല്ല എന്ന് പറയും. ഇതെപ്പോഴാ പറയാ? ഡസൻ കണക്കിന് ആയത്തും ഹദീസും നമ്മൾ ഉദ്ധരിക്കുമ്പോൾ പറയും പ്രാർത്ഥിക്കാന്ന് വാദല്ല എന്ന് പറയും. തിരിച്ച് ഇവര് പ്രാർത്ഥിക്കാൻ എഴുതി വെക്കും. എഴുതി വെച്ചത് മാത്രമല്ല, കാന്തപുരത്തിന്റെ പൊന്നോമന പുത്രൻ അബ്ദുൽ ഹക്കീം അസ്ഹരി അദ്ദേഹം നടത്തിയ ബദരീങ്ങളുമായി ബന്ധപ്പെട്ടതിൽ നടത്തിയ പരാമർശം നിങ്ങൾ നോക്ക്. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ഇനി ശരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താ? പ്രാർത്ഥിക്കണത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥന ശിർക്കാണെന്നുള്ളിൽ, അത് കുഫ്റാണെന്നുള്ളിൽ ഒരു മുസ്ലിമിനും തർക്കല്ല എന്ന് പറഞ്ഞ ആ അഭിപ്രായത്തിൽ ഇപ്പൊ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദ്യം കേട്ടോ. അടിസ്ഥാനപരമായ ചോദ്യമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് പറയാൻ മാത്രമല്ല, പ്രാർത്ഥിച്ച് കാണിച്ചു ചെയ്തിട്ടുണ്ട്. പറയാൻ മാത്രമല്ല, എന്താ ഈ കടലിലൂടെ ഇങ്ങനെ പോവുകയാണ്. കടലിലൂടെ ഇങ്ങനെ കപ്പലിൽ കയറി പോകുമ്പോ കപ്പൽ ഇളകി മറിയാം. കപ്പൽ ഇളകിയത് മുങ്ങാനാകുന്ന സമയത്ത് ഇപ്പൊ എന്താ ചെയ്തത്? വിശദമായ ഭാഗമാണ്. അതിന്ന് ആ മുങ്ങാനാകുന്ന സമയത്ത് എന്താ ചെയ്തത് എന്ന് ഇവിടെ മലപ്പുറത്തുള്ള ഖലീൽ തങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടോ. ഇതാണ് പരിപാടി. ഇതിന്റെ പേരെന്താണ്? ഈ നിലയ്ക്ക് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ഒറ്റ ഉദാഹരണമൊന്നുമല്ല. പണ്ടേ ഞങ്ങൾ കാണിക്കണം. ഇന്നേ വരെ നിങ്ങൾ തൊടാത്തൊരു ഭാഗമുണ്ട്, അതുകൂടി കണ്ടോളൂ. സാധുക്കളാണ് തങ്ങളെ, ഞങ്ങളെ സദസ് കാണുന്നില്ല തങ്ങളെ, ഞങ്ങളെ അവസ്ഥ കാണുന്നില്ല തങ്ങളെ, ഗുരായി വന്നിരിക്കുന്നു തങ്ങളെ, ഇതിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഇതിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഇതിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഇവിടെ തങ്ങളെ. കണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ഞാൻ അവനോട് ഒരാളെ പങ്കു ചേർക്കൂല. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹിനെ ഇങ്ങനെ തങ്ങളെ എന്ന് വിളിച്ച് ഇവര് തേടുന്നത് പോലെ ആയിഷ ബീവി. ഞങ്ങളുടെ ചോദ്യമൊക്കെ വളരെ ഷാർപ്പാണ്. ഇതൊക്കെ ജനങ്ങളെ ഉള്ളിലേക്ക് എത്തും. അതുകൊണ്ടാണ് നിങ്ങളെ ഉള്ളിൽ ശിർക്കല്ല, പക്ഷെ ചോദിക്കണ്ട എന്നുള്ളിടത്ത് നിങ്ങൾ എത്തിയത്. അസുഖമായി കിടക്കുന്ന കാന്തപുരത്തിന് വന്ന് 2 ദിവസം ക്ലാസ് എടുക്കേണ്ടി വന്നത്. ഇത് തുടരും, ഇത് ശക്തമായി തുടരും. നോക്ക് നിങ്ങളെ, ആയിഷ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ തൊട്ടരികിൽ 40 വർഷം ജീവിച്ചു. യാ നബി അല്ലാഹ് എന്ന് വിളിച്ചൊരു സംഭവം ഉണ്ടോ? ഒറ്റ സംഭവം ഉണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് വിഷമങ്ങൾ നേരിട്ടു. യാ നബി അല്ലാഹ് ഖുദ് ബിയദി, നബിയെ കൈ പിടിക്കണേ എന്ന് ചോദിച്ച ഒരൊറ്റ സംഭവം ഉണ്ടോ? ഒരു സംഭവമല്ല. അതില്ലാത്തിടത്തോളം കാലം ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, എല്ലാറ്റിനെയും അതിനോട് ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവോട് ചോദിക്കേണ്ടതും അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടതും അവനിൽ നിന്ന് ആഗ്രഹിക്കേണ്ടതും ചോദിക്കേണ്ടതും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം തെറ്റാണ്. അത് 100% ശിർക്കാണ് എന്നതിൽ ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഇനി സുഹൃത്തുക്കളെ വീണ്ടും കൺഫ്യൂഷൻ ആക്കാണ്. എന്താ? ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ചോദ്യം മുപ്പരന്റെ പറഞ്ഞു ഉത്തരങ്ങളെന്ന് അവർ തന്നെ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിച്ചുകൊണ്ട് ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചും അംഗീകരിച്ചും കൊണ്ട് ഇക്കാലം കൊണ്ടൊന്നല്ല ഞാൻ അങ്ങനെ ജീവിക്കുകയാണ് എന്ന് നിങ്ങൾ പറയുന്നത് ഭംഗി വാക്ക് മാത്രമാണ്. ഇസ്തിഗാസ അനുവദനീയമാണ് എന്ന് അംഗീകരിക്കാത്ത കാലത്തോളം നിങ്ങൾ വിശുദ്ധ ഖുർആനോ സുന്നത്തോ പരിപൂർണമായി അംഗീകരിച്ച വ്യക്തിയല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇസ്തിഗാസ, മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്ന് അംഗീകരിക്കാത്ത കാലത്തോളം നിങ്ങൾ വിശുദ്ധ ഖുർആനോ ഇസ്ലാമോ അംഗീകരിച്ച ആളല്ല. ചെയ്യണമെന്നല്ല, ഒരു സുന്നത്തായ കാര്യം ചെയ്യണം ചെയ്യാതിരിക്കലും നോക്കിയാൽ ചെയ്യുന്നതിന് കൂലിയുണ്ട്, ചെയ്യാത്തതിന് ശിക്ഷയില്ല. അങ്ങനത്തെ കാര്യത്തിനാണല്ലോ പുണ്യകർമ്മം എന്ന് പറയുക. അതേസമയം ആ പുണ്യകർമ്മം ഇസ്ലാമിൽ ശിർക്കാണ്, ഞാനത് അംഗീകരിക്കുകയില്ല എന്ന് വന്നാൽ കാര്യം അപകടമാണ്. അപ്പൊ ഇസ്തിഗാസ അനുവദനീയമാണ് എന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമേ വാസ്തവത്തിൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന വ്യക്തിയാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണത് സുന്നത്താണ്, അത് അംഗീകരിക്കണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്ത ആൾ പറയുന്നതോ ഇങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവരെ ശൈഖിനോട് ഇസ്തിഗാസ നിർവഹിക്കുക എന്നത് നിർബന്ധമാണ്. സുന്നത്താണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒഴുക്കമട്ടിലൊന്നും പോകാൻ പറ്റൂല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ അപ്പോ മനസ്സിലായല്ലോ ഇവരുടെ ഇടയിലെ കൺഫ്യൂഷൻ. ഇത് ഇസ്ലാമിന്റെ അസ്ല് തൗഹീദിലാണ് ഈ തർക്കമൊക്കെ. എന്നിട്ട് മെല്ലെ ഈ തർക്കത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താ പതുക്കെ മുജാഹിദുകൾ എട്ടായി പൊട്ടി, ഓരോ തൗഹീദിലെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ തീരൂല. ഓരോന്നും കൃത്യമായി വേർതിരിച്ചെടുത്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞങ്ങൾ രൂപീകരിക്കപ്പെട്ടത് അതിനാണ്, ഞങ്ങളുടെ ദൗത്യം അതാണ്, ഞങ്ങളുടെ മുഖ്യ അജണ്ടയും അതാണ്. ആർക്കൊക്കെ എന്തൊക്കെ അസ്വസ്ഥത തോന്നിയാൽ
എന്താ കാരണം നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ എന്താ വിഷയം? മക്കയിലെ അവിശ്വാസി സമൂഹവും പ്രവാചകനും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? വേഗ ആളുകൾ വൈകാരികാക്കും, ഞങ്ങളെ മക്കയിൽ മുസ്ലിക്കാക്കേ വൈകാരികതയിൽ വിഷയം കൈകാര്യം ചെയ്യാൻ നോക്ക്. നിങ്ങൾ നമ്മുടെ ബദറിലേക്ക് പോവുക. ബദറിൽ 2 ടെന്റുകൾ. ഒരു ടെന്റിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും, മറ്റേ ടെന്റിൽ അവിശ്വാസികളും. ഇവരുടെ 2 വിഭാഗത്തിന്റെയും മനസ്സുകളിലുള്ള വിശ്വാസം എന്താ? അബൂജഹൽ കഅബാലയത്തിന്റെ ഖില്ല പിടിച്ച് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് അല്ലേ? അങ്ങനെയല്ലേ പോകുന്നത്? ഇവിടെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അവരുടെ വിശ്വാസങ്ങൾ നമ്മുടെ ആയത്തുകൾ എടുക്കണം, പരിശോധിക്കണം. ഞങ്ങൾ പറയുന്ന ആയത്തുകളുടെ അർത്ഥം ഞങ്ങളുടെ കിട്ടാൻ എളുപ്പമാണ്. ജമീൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഖുർആൻ സോഫ്റ്റ്വെയറിൽ തുറക്കുക, നിങ്ങൾക്ക് വേണ്ട ആയത്ത് അടിച്ചു കൊടുക്കുക, സാധനം കിട്ടും. അമാനിമോനിന്റെ പരിഭാഷ കിട്ടും. ഇവിടെ അൽഹുദ ബുക്ക് പോയ ഷിഹാബുദ്ദീൻ ഇംബിസി കോയ തങ്ങളുടേതോ അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനിന്റെ ഒക്കെ പരിഭാഷ കിട്ടും. അവരുടെ പരിഭാഷ വെച്ച് നിങ്ങൾ നോക്കിയാൽ പറ്റുന്ന ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ പരിഭാഷ നോക്കണ്ട, എന്നാലും തെളിയും വിഷയം. എന്താ? ആരാ മഴ വർഷിപ്പിച്ചത്? ആരാ നിങ്ങളെ സൃഷ്ടിച്ചത്? ആരാണ് ചെടി മുളപ്പിക്കുന്നത്? അല്ലാഹ് 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 എന്നാണ് ഉത്തരം. അപ്പോ ഒരു മുസ്ലിയാരെ ഒരു ഉസ്താദ് വന്ന് പറഞ്ഞത്, അത് ഖുറൈശി സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന അവരുടെ വലിയ ദൈവത്തിന് അവർ അല്ലാഹ് എന്ന് പേര് കൊടുത്തതാണ്. എന്നാൽ ഈ ആയത്തുകളൊക്കെ അവസാനിക്കുന്നിടത്ത് പഠിച്ചവന്റെ പ്രയോഗം എന്താ? ഈ ആയത്തുകളൊക്കെ അവസാനിക്കുന്നിടത്ത് പഠിച്ചവന്റെ പ്രയോഗം അഫലാ തഅഖിലൂ, എന്നിട്ടെന്തേ മനുഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കാത്തത്? ആരാ മഴ വർഷിക്കുന്നത്? അല്ലാഹ്. അപ്പൊ ഖുറൈശി സഭയുടെ നേതാവായ അള്ളാഹിനെ പറ്റി അവർ പറഞ്ഞപ്പോ അത് അംഗീകരിച്ചു എന്നതിന്റെ അർത്ഥം. എന്നിട്ടെന്തേ നിങ്ങൾ സ്വീകരിക്കാത്തു, വിശ്വസിക്കാത്തു എന്ന് ചോദിക്കുമ്പോൾ ഇതെന്താ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് സഹോദരന്മാരെ, അവരും പ്രവാചകർ തമ്മിലുള്ള തർക്കണ്ട. ഇവർ ഞങ്ങൾക്ക് നാളെ അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശകരാണ്, ഞങ്ങൾ തെറ്റും കുറ്റം ചെയ്തവരാണ്. അതല്ലേ മമ്പർത്തി പോണ ആളുകളുടെ ഉള്ളിലെ വിശ്വാസം. അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യം യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതല്ലേ നമ്മുടെ നാട്ടിലെ ആളുകൾ വിശ്വസിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ആളുകളും അവരും വിശ്വസിക്കുന്നത് ഒന്നാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കണ്ട. ഇമാം റാസി റഹ്മത്തുള്ളാഹിയുടെ വാചകമുണ്ട്, ഈ കാലഘട്ടത്തിലും സമാനമായി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്തെ കാര്യം പറയണം. ഈ കാലത്തും മക്കയിലെ വിശ്വാസങ്ങൾക്ക് സമാനമായ വിശ്വാസം വരുന്നുണ്ട്. എന്താ? ധാരാളം ആളുകൾ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നു. എന്ത് കാര്യത്തിൽ? മഹാന്മാരുടെ ഖബറുകളെ വന്ദിക്കുക, ബഹുമാനിക്കുക എന്ന നിലയ്ക്ക് ബഹുമാനിക്കുക. അവരുടെ വിശ്വാസം എന്താ? ഈ മഹാന്മാർക്ക് സ്വയം കഴിവുണ്ട്, അവർ സ്വയം സൃഷ്ടിക്കുന്നവരാണ് എന്നൊക്കെയാണോ? അല്ല, അങ്ങനെ ബഹുമാനിക്കാനും വന്ദിക്കാനും അവരെ പ്രേരിപ്പിക്കുന്ന വിശ്വാസം. അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും, ഇവരുടെ ഖബറുകളെ ബഹുമാനിച്ചാൽ യകൂനൂന ശുഫആ ലഹും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ശുപാർശകരാകും എന്നതാണ്. ഈ ഹക്ക് ഞങ്ങൾക്കറിയാം. ഈ അറിയുന്ന ഹക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടുമെന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് ആൾക്കാർ കല്ലെടുത്തെറിയുമ്പോഴും ആളുകൾ ബഹിഷ്കരിക്കുമ്പോഴും വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മക്കൾ വേറൊരു വീട്ടിൽ താമസിക്കേണ്ടി വരുമ്പോഴൊക്കെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഇതിനെയാണ് ഖുർആൻ ശിർക്ക് എന്ന് വിളിച്ചത്. ആ ശിർക്കാണ്. അള്ളാഹു ശിർക്ക് ചെയ്താൽ അള്ളാഹു അത് പൊറുക്കുകയില്ല. അതല്ലാത്തത് പൊറുക്കും. പ്രവാചകന്റെതോ നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ ശിർക്കും അള്ളാഹു പൊറുക്കുകയില്ല. ഒരുപാട് പ്രവാചകന്മാരെ എണ്ണീട്ട് പറയാം, ആ പ്രവാചകന്മാർ ശിർക്ക് ചെയ്താൽ അവർക്കും അള്ളാഹു കൊടുക്കുകയില്ല. ശിർക്ക് ചെയ്തവൻ അള്ളാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവന്റെ സങ്കേതം നരകമാണ്. ഇതൊക്കെ അറിയുമ്പോ പാപ്പി അളാപ്പി മൂത്താപ്പി നാട്ടുകാരും കൂട്ടുകാരും ഈ ശിർക്കിൽ ജീവിക്കുമ്പോ അങ്ങനെ പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു വിഷയത്തിലാണ് ഏതാ പരീക്ഷയ്ക്ക് ചാൻസ് ഇല്ലാത്ത സ്വന്തം പിതൃവ്യൻ അബൂ ത്വാലിബ് മരിക്കുമ്പോ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയുന്നുണ്ട്. ഞാനൊന്ന് വാദിച്ചു നോക്കട്ടെ. പ്രവാചകൻ അത്രയും സ്നേഹിച്ച പ്രവാചകന്റെ കൂടെ നിന്ന് അബൂ ത്വാലിബിന് പോലും റബ്ബ് പുറത്തു കൊടുത്തില്ല. 2 ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെടും. അത് ധരിച്ചാൽ തലയിൽ നിന്നിങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒരിക്കലും നരകത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടില്ല. ശിർക്കാണ് കാരണം. അത്തരം ഒരു വിഷയത്തിലാണ് ഇവര് തർക്കത്തിലാകുന്നത്. എന്താ ശിർക്കല്ല, ചോദിക്കണ്ട. നേരിട്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, സഹായതേട്ടം നടത്തിയാൽ മതി. പ്രാർത്ഥന തന്നെ ആകാം. ആ പ്രാർത്ഥിക്കാമെന്നത് സുന്നത്താണ്, ആ പ്രാർത്ഥിക്കാമെന്നത് നിർബന്ധമാണ്. ഞങ്ങളിത് കാണിക്കും. ഞങ്ങൾക്ക് അഖീദയുടെ കാര്യത്തിൽ കാണിക്കും. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറഞ്ഞ അഖീദ അല്ലാതെ ഒന്നുമില്ല.
ഒന്നുമില്ല. കർമ്മശാസ്ത്ര മസലയിൽ അവിടെ ആദ്യത്തെ പാഠപുസ്തകത്തിൽ 6 ഷർത്ത്, ഇപ്പോൾ 7 ഷർത്ത്. ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുമ്പോ ജനങ്ങളെ നിങ്ങളെ കാര്യം ചിന്തിച്ചോ, നിങ്ങളുടെ കാര്യം ചിന്തിച്ചോ. ഇവര് പറയണ എന്താ? ഇവര് പറയണ വേറൊരു കാര്യമുണ്ട്. ഇത് എന്ന് പറഞ്ഞാല് ഒരു ജായിസായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ ബസ്സിൽ കയറുന്ന മാതിരിയാന്ന് പറഞ്ഞത്. ബസ്സിലും വണ്ടിയിലൊക്കെ കയറുന്ന മാതിരിയാന്നാ പറഞ്ഞത്. എന്താ ഒരു മുസ്ലിയാരിട്ട് ചോദിക്കാണ് ഒരു സദസ്സിൽ വെച്ച്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ഭാഗമാണ്. അത് വീണ്ടും ആവർത്തിച്ച് ജനം കാണേണ്ടതാണെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ഞാനത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. എന്താ ചോദ്യതാണ്, ഉസ്താദെ ഇസ്തിഗാസന്റെ ഹുക്ം എന്താണ്? ഇസ്തിഗാസന്റെ ഹുക്ം അത് ജായിസാണ്. ജായിസായ ഒരു കാര്യം അതൊരു കൂലി കിട്ടുമോ എന്നൊക്കെയാണ് ചോദ്യം. നിങ്ങൾ കണ്ടോ ചോദ്യം? ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്ം എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ച ഒരു നിലപാടും സമസ്ത കേരള ജമീയത്തുൽ വിശദീകരണവും ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്ന് പറയുന്നത്. അപ്പോൾ തഹീറിനെ തേടിയാൽ കിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഈ പാഠത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ തഹീറിന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കില്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്നത്? അതിൻ്റെ അഭിപ്രായം എന്താണ്? അതായത് പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യത്തിൻ്റെ വല്ലതുണ്ടെങ്കിൽ ചോദിക്കും. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സദുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടും. പുണ്യം കിട്ടൂല എന്നാണ്. അതെ, അവിടെയാണ് സംശയം, അവിടെ വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറഈൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യണോ? അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അള്ളാഹുവിനോട് ചോദിക്കലും KSRTC ബസ്, മറ്റേത് ബെൻസ് അല്ലേ? അതല്ല ഇപ്പൊ വന്നത്. പിന്നെ ഒരു കൂലി ഇതിന് കിട്ടൂല. ഒരാൾ പറഞ്ഞു സുന്നത്താണ്, വേറൊരാൾ പറഞ്ഞു നിർബന്ധമാണ്. ഇയാളെടുത്ത് എത്തിയപ്പോഴോ ഇതിനൊരു കൂലിയില്ല. യാ ശൈഖ് യാ മുഹീദ്ദീൻ എന്ന് വിളിച്ചു. അല്ലെങ്കിൽ അജ്മീർക്ക് പോയി, അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്ക് പോയാൽ കൂലിയില്ല, കുറ്റമല്ല, ഫലപ്രദമാണ്, ഉത്തരം വേഗം കിട്ടും. അതാ അതിന്റെ അർത്ഥം. ഞാൻ ഖുർആൻ പറഞ്ഞതോ ഇൻ തദ്ഉഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും ഫലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതിന്റെ അർത്ഥം ഒന്ന് വായിക്കുകയോ എടുക്കുകയോ പഠിക്കുകയോ ചെയ്യാത്ത മനുഷ്യരെ അള്ളാഹുവിന്റെ പരലോകത്ത് നാളെ പ്രവാചകന്റെ ഒരു പരാതി വരാനുണ്ട്. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ജനങ്ങൾ ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞിരിക്കുന്നു റബ്ബേ. ഈ അവഗണന എന്താണ്? ഈ ഹജർ എന്താണ്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, തർകു തദബ്ബുരിഹി വ തഫഖുമിഹി മിൻ ഹജറാനിഹി. ഖുർആനിന്റെ അർത്ഥം പഠിക്കാതിരിക്കലും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാതിരിക്കലും ഖുർആൻ തള്ളിക്കളയലാണ്. നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. ഇനി കേട്ടു തന്നെ സങ്കൽപ്പിച്ചോ, നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. ഇനി മാത്രല്ല, അങ്ങനെ ചെയ്ത ആ പണിക്ക് പടച്ചോ വിളിക്കണ പേരെന്താ? വയൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ യക്ഫുറൂന ബിശിർകികും. ആ വിളി ശിർക്കാകുന്ന വിളിയാണ്. അതിനെ അവർ നിരാകരിക്കുകയും ചെയ്യും. മുഹീദ്ദീൻ ശൈഖ് പറയും, എനിക്കറിയില്ല. ഫലപ്രദമാണെന്നുള്ളത് മൂപ്പര വക, അതിന് ഇസ്ലാമിൽ തെളിവില്ല, അതിന് ഇസ്ലാമിൽ തെളിവില്ല. അപ്പോ ഒരു ഗുണമില്ലാത്ത കാര്യം, ഒരു ഗുണമില്ലാത്ത കാര്യത്തിനാണ് ഇവരെന്ത് ചെയ്യണത്? മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്, പരിപാടിക്ക് കല്ലെറിയണത്, ഞങ്ങളെ ചീത്ത വിളിക്കണത്. ഏതെങ്കിലും ഒരു MLA-ക്ക് എന്തെങ്കിലും ഒരു മുജാഹിദ് ബന്ധമുണ്ടെങ്കിൽ അയാളെ തോൽപ്പിക്കണം തീരുമാനിക്കണത്. ഇവരെന്നെ എത്തിയതെന്താ? ശിർക്കല്ല, ചോദിക്കണ്ട.
മനസ്സിലായില്ലേ? പിന്നെ എത്തിയതെന്താ? പ്രാർത്ഥിക്കാന്നുള്ള അഭിപ്രായം. പ്രാർത്ഥിക്കാൻ പാടില്ല. പിന്നെന്തേ? സഹായതായിട്ട് നടത്തുന്നുള്ളൂ. അതേ ആൾക്കാരോ വിളിച്ച് പ്രാർത്ഥിക്കും. അതിന്റെ തെളിവുകളും നിങ്ങൾ കണ്ടു. അതിന്റെ തെളിവുകളും നിങ്ങൾ കൃത്യമായി കണ്ടു. എന്നാലേ പിടിച്ചിനേക്കാളും വലുതാണ് മാളത്തിൽ. ഇവരെ ശരിക്കുള്ള അഭിപ്രായം എന്താ അറിയുന്നത്? ഇവരുടെ ശരിക്കുള്ള അഭിപ്രായം സുജൂദ് വരെ ആകാം. ഇതൊക്കെ ആളുകൾ പിന്നെ സംവാദങ്ങളും എഴുത്തുകളും ലേഖനങ്ങളും വരുമ്പോൾ അത് അവിടെ ഉണ്ടാകും. ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മളുടെയൊക്കെ വീട്ടിലും നമ്മളുടെയൊക്കെ എന്താ പറയുക മേശപ്പുറത്തൊക്കെ കിടക്കണേ മാസികകളിലും പത്രങ്ങളിലും തന്നെ പലപ്പോഴും വന്ന് കിടക്കുന്നുണ്ടാകും കേട്ടോ. എന്നാൽ അത് ചിലപ്പോഴൊന്നും നമ്മളെ ശ്രദ്ധയിലേക്ക് എത്താതെ പോകുന്നു. നിങ്ങൾ കേട്ടോ, ഞാനിവിടെ പറഞ്ഞ ഓരോ തെളിവും ഹാജരാക്കാൻ നമ്മൾ റെഡിയാണ്. എന്താ പ്രശ്നം? നമ്മൾ റെഡിയാണ്, ഓരോന്നും ഹാജരാക്കാൻ റെഡിയാണ്. 2003 ജൂലൈ മാസത്തിലെ സുന്നത്ത് മാസികയിൽ ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാവുന്നില്ല. ആരാധനയുടെ ഭാഗമായി വരുന്ന സുജൂദ് അല്ലാതെ ഉണ്ടാകും. ഉമർ മൗലവി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കും, ബിംബത്തിന്റെ മുന്നിൽ കിടക്കുന്നത് പോലെ കണ്ടാലും എന്താണ് അയാൾ ശിർക്ക് ചെയ്തു എന്ന് പറയരുത്. അതിന്റെ കാര്യം തൊട്ടുപുറത്തൊരാൾ തോക്ക് കുടിച്ചിട്ടുണ്ടാവും, നടക്കട അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാ കാരണം. എന്നിട്ട് അതൊക്കെ ഉദ്ധരിച്ച് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ആളുകൾ എഴുതി വെച്ചതാണ് ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നതോട് ശ്രദ്ധാവുന്നില്ല. ഇത് ഏതോ ഒരു ലക്കത്തിൽ എഴുതിയതുകൊണ്ട് മാത്രം വായിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. അങ്ങനെ മാച്ച് ടൈറ്റ് ആക്കാൻ വേണ്ടി തെളിവിച്ചിരിക്കുന്ന ആൾക്കാരല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. ഏതോ ഒരാൾ എപ്പോഴും ഒന്നിങ്ങനെ എഴുതി വെച്ച ഒരു സാധനം, അതല്ല ഇവിടുത്തെ വിഷയം. ഇത് സാധാരണക്കാരായ ജനങ്ങൾ ഇവർ പഠിപ്പിച്ചതിൽ നിന്ന് ഉൾക്കൊണ്ട് സുജൂദ് ചെയ്യുന്ന, റുക്കൂഅ് ചെയ്യുന്ന അവസ്ഥ നാട്ടിലുണ്ട്, അവരും പുറത്തുണ്ട്. അത് ഇവരുടെ പ്രസംഗങ്ങളുടെ പ്രതിഫലനമാണ്. അതാ വിഷയം. നിങ്ങൾ കണ്ടു നോക്ക്, കൃത്യമായി ആളുകൾ ഖബറിൽ ചെന്ന എന്തൊക്കെ ചെയ്യണത്, ഖബറിൽ ചെന്ന ജനങ്ങൾ എന്തൊക്കെ ചെയ്യണത്. ഇവര് ഒരു ഭാഗത്ത് ഇതിനൊക്കെ എതിർക്കുന്നു വരുത്തി തീർക്കുകയും രേഖാപരമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും. ശിർക്കല്ല ചോദിക്കണ്ട എന്ന് പറയാം. അത് സുന്നത്താണോ ഫർളാണോ, ഉപകാരം, വെറും ഒരു ഉപകാരം എന്ന് പറഞ്ഞ പുതിയൊരു പഞ്ചസ്തംഭങ്ങൾ ഒരു പുതിയ മസല ഉണ്ടാക്കിയിരിക്കുകയാണ് മുസ്ലിയാർ അല്ലേ. ജനങ്ങള് ഖബറും പുറത്ത് പോയി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ജനങ്ങള് റുക്കൂഇലും സുജൂദിലും തവാഫിലും റബ്ബിന് മാത്രം അവകാശപ്പെട്ടത് കൊടുക്കുക. അപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്, എന്ത്, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ? ഫാഷിസം നമ്മൾ ആക്രമിക്കുന്ന കാലമല്ലേ? രാജ്യസഭ പിന്നെ പാർലമെന്റിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്താ നിങ്ങൾക്കറിയോ? അതൊക്കെ ഒന്നൊന്നര അറിയാം. ഇവിടെ ഏത് വിഷയം വന്നാലും ആ വിഷയത്തിൽ ആദ്യം നിലപാട് പറയുന്നതും പ്രതികരിക്കുന്നതും ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. ഞങ്ങളുടെ നിലപാട് പറയാത്തതും ഞങ്ങൾ കൃത്യമായി സമൂഹത്തിന് ഗൈഡൻസ് കൊടുക്കാത്തതുമായ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഇല്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇനി മഞ്ചേരിയിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രസംഗം നടന്നതുകൊണ്ട് വോട്ട് വിന്നിക്കാനൊന്നും പോണില്ല. വോട്ട് വിന്നിക്കാൻ പോടുണ്ടോ? ഇവിടെ ഖണ്ഡനം നടന്നു, സംവാദം നടന്നു, ഈ വിവരമില്ലാത്ത തരത്തിൽ എറിഞ്ഞു ചോര പൊട്ടി എന്ന് വിചാരിക്കുക. അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് ഇലക്ഷൻ ആണെങ്കിൽ വോട്ടൊക്കെ ഒറ്റ പെട്ടിക്ക് വീഴുള്ളൂ. അതുകൊണ്ട് വോട്ട് വിന്നിക്കില്ല. ഹലോ, മുക്കിനെ സ്വന്തം പാർട്ടിയും സംഘടനയും വലുതാക്കാൻ വേണ്ടി എന്താ BJP ജയിക്കുന്ന സംശയമുള്ളടത്തും ജയിക്കുന്ന ഉറപ്പുള്ളടത്തൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നവർ അല്ലെ, മുസ്ലിം ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എഗൈനിസ്റ്റായിട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കി മത്സരിക്കുന്നവർ, അവരാണ് ഇവിടുത്തെ ഫാസിസ്റ്റുകൾക്ക് അവർക്ക് പാർലമെന്റുകളിലേക്ക്, പഞ്ചായത്തുകളിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്ക്, നിയമസഭയിലേക്ക് വഴിയൊരുക്കുന്നത്. എന്നിട്ട് ഒരു സംഘടന ചോദിച്ചെന്താരോ, രാവും പകലും മുസ്ലിം സമുദായത്തിനു വേണ്ടി സെക്യൂരിറ്റി നിൽക്കുന്നവർ എന്ന് പറഞ്ഞൊരു സംഘടന. എന്റെ സുഹൃത്തുക്കൾക്ക് എന്നോട് വിഷമം വേണ്ട. ഈ വിഷയത്തിൽ മഞ്ചേശ്വരത്തെ വിഷയം വന്നപ്പോൾ പോസ്റ്റ് ചെയ്ത എന്റെ പോസ്റ്റിന്റെ താഴെ നിങ്ങൾ എഴുതിയ എല്ലാ ടെക്സ്റ്റും അവിടെ കിടക്കുന്നുണ്ട്. ഒന്നും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. അത് ചരിത്രത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടി കാത്തുവെച്ചതാണ്. ഒരുപാട് കാര്യം പുറത്തേക്ക് വന്നു. ലീഗിനും കോൺഗ്രസിനും CPM-നും ഇല്ലാത്ത എന്ത് ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് ചോദിച്ചത്. 2 വട്ടങ്ങൾ അത് വീണ്ടും ചോദിക്കും. ലീഗും കോൺഗ്രസും CPM-ഉം മാത്രം അതുപോലെയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ആയത്ത് ഹദീസ് ഓതിയിട്ട് നിങ്ങളെ സംഘടന ഉണ്ടാക്കണ്ട. മനസ്സിലായില്ലേ ഞാൻ പറയുന്നത്? ഇത്തരം രംഗങ്ങളൊക്കെ നാട്ടിൽ നടക്കുകയാണ്. തൗഹീദിൽ ശുദ്ധമല്ലാത്തൊരു ജനതയ്ക്ക് റബ്ബിന്റെ സഹായം ഇറങ്ങൂല. ഒരു ജനത അല്ലാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവനെ മാത്രം ആരാധിച്ചു പോകുന്നവരാണെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവതരിക്കും. മാത്രല്ല ഖുർആൻ പറഞ്ഞു എന്താ, നിങ്ങളുടെ മുൻപുള്ളവർക്ക് ആധിപത്യവും അവകാശവും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടും. യഅ്ബുദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കണം. വലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നിൽ പങ്കു ചേർക്കരുത്. അതാ ഡിമാൻഡ്. അപ്പൊ അത് പഠിപ്പിക്കുമ്പോ അതിനെതിരെ നിങ്ങൾ എന്ത് കമന്റ് ചെയ്താലും ഒരു പ്രശ്നമല്ല. അപ്പൊ ആളുകൾക്കൊരു സംശയം ഉണ്ടാകും, ഇവരിപ്പോ ഈ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ച് അത് സാധാരണക്കാരല്ലേ, വിവരമില്ലാത്ത ആൾക്കാരല്ലേ ചെയ്യുന്നത്? വിവരമില്ലാത്തവരല്ല, ഇവരുടെ പണ്ഡിതന്മാര്. കാന്തപുരം ഉസ്താദ് ഉള്ള
ഉള്ള സദസ്സിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന വ്യക്തി വൈലത്തൂർ തങ്ങൾ, ഇദ്ദേഹം മരണപ്പെട്ടു പോയി. വൈലത്തൂർ തങ്ങൾ, കൂടാര, ഇവരുടെ മുഫ്തി, ഇവരൊക്കെ ഖബറും പുറത്ത് ചെയ്യണത് എന്താ നിങ്ങൾ നോക്ക്. കേരളത്തിന്റെ പുറത്തു പോയപ്പോഴുള്ള സീനാണ്. എന്താ ആദ്യത്താള് നെല്ലിക്കുത്ത് മുസ്ലിയാര്, പൊന്മള മുസ്ലിയാര്, അദ്ദേഹം തൊട്ട് തടവി, മറ്റേ നേരെ സുജൂദ് കിടപ്പ് വീഴുകയാണ്. ഖബറിന്റെ മുമ്പിൽ. മനസ്സിലായില്ലേ? എന്താ അത് അബദ്ധത്തിൽ വന്നതല്ല, ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാകുന്നില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അത് ചെയ്തത്. വിശ്വസിക്കണോണ്ട്. അപ്പൊ ഇവരുടെ തൗഹീദിന്റെ കഥ എന്താ സുഹൃത്തുക്കളെ? ഇവരുടെ തൗഹീദിന്റെ കഥ എന്താ? അപ്പൊ നമ്മളെന്ത് ചെയ്യും? ഖബറിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന വിഷയം ഖബറിടത്തെ ആരാധനാ കേന്ദ്രമാക്കരുതെന്ന് റസൂൽ പ്രാർത്ഥിച്ചതെന്ന് പഠിപ്പിച്ചു. ആ തിങ്കളാഴ്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ലോകത്തോട് യാത്ര പറയുമ്പോൾ ആയിഷാ ബീവിയുടെ ബൈന നഹരി വ ഹിജ്രി, എന്റെ നെഞ്ചിനും എന്റെ മടിക്കും ഇടയിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ ലോകത്തോട് യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ഉദ്ധരിക്കുക. എന്താ? ലാ തജഅൽ ഖബരി വസന യുഅബദ്, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് പടച്ചോനെ എന്ന് റസൂൽ പറഞ്ഞു. മാത്രല്ല അതിനെ നീ ഈദാക്കരുത്, ആഘോഷ സ്ഥലമാക്കരുത് എന്ന് പഠിപ്പിച്ചു. ഈദ് എന്ന് പറഞ്ഞാൽ ആഘോഷം. നിന്റെ ഉറൂസ്, എന്റെ ഖബറിനെ നീ ഉറൂസിന്റെ കേന്ദ്രമാക്കരുത്. ഇതൊക്കെ നമ്മളോട് പഠിപ്പിക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ ഉത്തരം ഉണ്ടാവില്ല. അപ്പൊ എന്താ വന്ന് പറയാന്നറിയോ? അപ്പൊ വന്ന് പറയണത് നിങ്ങൾ കേട്ടോ. എന്താ? തൊടരുത്, മുത്തരുത്, ചുംബിക്കരുത്. തൊടരുത്, മുത്തരുത്, ചുംബിക്കരുത്. ഇതേ പറഞ്ഞത് കേട്ടോ. ഇമാം നബവി റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത്. അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതോടെ പെരുമാറണം. ഖബർ ചുംബിക്കരുത്, ഖബർ തടയരുത് എന്ന് ഇറാഖിലെ ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോൾ ഈ തടകലും ചുംബിക്കലുമാണ് ബർക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഇറാഖിൽ വിവരിച്ചു. അതാ കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട. കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതകൂടെ ഗുരുതൂടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈനസ്കാരത്തിൽ കിട്ടുന്നത് പോലെ അടുപ്പത്തോടെ വെച്ച് വളരെ ബഹുമാനാദരോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ. കേട്ടല്ലോ? അപ്പൊ ഇതൊന്നും പറ്റൂല. ഇതൊരു ഭാഗത്ത് പറയും, എന്നിട്ട് എന്ത് ചെയ്യും? ഈ ജാതി പണിയൊക്കെ ഇതൊക്കെ കിതാബിലുണ്ട്, ഇവർക്ക് അറിയാം. അപ്പൊ ഇവരുടെ തൗഹീദിന്റെ കഥ എന്താ? അപ്പൊ എവിടെ എത്തി തൗഹീദ്? ഇപ്പൊ തൗഹീദ് എവിടെ എത്തി? നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ ഒന്നും തീർന്നില്ലട്ടോ. തീർന്നില്ല. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇവരുടെ തൗഹീദ്, ഈ ഇരിക്കുന്ന കല്ലും മണലൊക്കെ അതൊക്കെ അല്ല ഞാൻ കാണിച്ചത്. വെറുതെ പറഞ്ഞു പോണല്ല, രേഖ വെച്ചിട്ടേ പറയൂ. രേഖ വെക്കാതെ പറയില്ല. രേഖ വെക്കാതെ ഒരിക്കലും പറയില്ല. അത് നമ്മള് മനസ്സിലാക്കുക. ഇനി ഇവിടെ നിൽക്കുന്നില്ല. നമ്മളിതിനൊക്കെ പ്രതിരോധിക്കുന്നതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായതേട്ടം നടത്തുന്നു എന്ന് പറയാം. എന്നിട്ടോ എന്നിട്ട് ഈ പണിയൊക്കെ. അപ്പൊ ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായി. ഇയ്യാക നഅ്ബുദു. ഓ മുസ്ലിയാർ തഫ്സീർ ചെയ്ത ബന്ധം ചെയ്തത് ഒരു പതുക്കെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നിട്ട് മാത്രമല്ല, നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായതേട്ടം നടത്തുന്നു. മുജാഹിദികൾ വിടുവോ? ഓരോ മുഖ്യ വിഷയതായതുകൊണ്ട് പിടിച്ചു. നിങ്ങൾ മാത്രം കട്ടതാണോ അതോ വിട്ടതാണോ? വിട്ടതാണെങ്കിൽ തിരുത്തിക്കോളൂ, കട്ടതാണെങ്കിൽ പറ്റൂല. കാരണം അപ്പൊ അപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതിൽ മാത്രം മുജാഹിദുകൾ കെട്ടിച്ചേർത്തതാണ്. വിശദീകരണം വന്നു. വേറൊരു മുസ്ലിയാർ മാത്രം മുജാഹിദുകൾ പുതിയതായി ഉണ്ടാക്കിയതാണ്, സാങ്കല്പികമായി കൊടുത്തതാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, KV കുറ്റിനാട് മുസ്ലിയാരിന്റെ പരിഭാഷയിലുണ്ടല്ലോ, അപ്പൊ മൂപ്പരും പുതിയതായി ഉണ്ടാക്കിയതാണോ? അങ്ങനെയാണെങ്കിൽ ഖുർആനിന്റെ പേരിൽ കെട്ടിണ്ടാക്കണോൻ അല്ലെ, അവൻ നരകത്തിലാണെന്നുണ്ടല്ലോ. ഉസ്താദ് നിങ്ങൾ നരകത്ത് കൂട്ടോ. വലിയ ഖാദിന്റെ പരിഭാഷയിലുണ്ടല്ലോ. എന്താണ് കാര്യം? മസ്അല പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞത് പദാർത്ഥത്തിൽ ഇല്ല, യഥാർത്ഥത്തിൽ ഉണ്ട്. കേട്ടോ? കാരുണ്യനും ഭരണവാദിയുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ അല്ലേ? അങ്ങനെയല്ല അർത്ഥം? എല്ലാവരും പറയുന്ന അർത്ഥം തന്നെയല്ലേ? തിരുനാമത്തിൽ മാത്രമാണോ അതല്ല വേറെ ആരുടെങ്കിലും നാമം അവിടെ നമ്മൾ ചേർക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ തിരുനാമത്തിൽ മാത്രം അല്ലേ? സംശയമുണ്ടോ ആർക്കെങ്കിലും? അല്ലാഹുവിന്റെ തിരുനാമത്തിൽ മാത്രം അല്ലേ? സംശയം. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് തിരുനാമത്തിൽ എന്ന് മാത്രം എന്ന് പറയാതെ അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിരിക്കിയത്? എന്തിനാ?
എന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പൊ പദാർത്ഥത്തിൽ മാത്രം ഇല്ല, യഥാർത്ഥത്തിൽ മാത്രം ഉണ്ട്. അത് തന്നെ ഇയ്യാക്കനാവുന്നുണ്ട്. അവിടെ പദാർത്ഥത്തിൽ നിന്നെ മാത്രം എന്നില്ല, യഥാർത്ഥത്തിൽ നിന്നെ മാത്രം ഉണ്ട്. അപ്പൊ എന്താ മനസ്സിലായി? കൗമിനെങ്ങനെ എന്താ പറയാ, കുട്ടിക്കൊരങ്ങനെ കൊണ്ട് കളിപ്പിക്കണമാതിരി കളിപ്പിക്കുകയാണ്. ഇവർ ഈ കളി മുഴുവൻ എടുക്കുന്നത് തൗഹീദിലാണെങ്കിൽ മറക്കരുത്. ഇവർക്കിങ്ങനെ പോയാ മതി അല്ലേ? ഇവർക്കിങ്ങനെ പോയാ മതി. നാളെ പരലോകത്ത് ചെല്ലുമ്പോ മനുഷ്യരുടെ വിലാപങ്ങൾ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പടച്ചോനെ, ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളിലെ വലിയ ആളുകളൊക്കെയാണ് ഞങ്ങളെ പറ്റിച്ചത്, ഞങ്ങളെ വഴികേടിലാക്കിയത്. പടച്ചോനെ, അതുകൊണ്ട് അവരെ നീ ശപിക്കണേ, അവരെ നീ ഏറ്റവും ശക്തമായി ശപിക്കണേ. അവരെ ഞങ്ങളുടെ കാലിന്റെ ചോട്ടിലേക്ക് ആക്കിക്കൊണ്ട് റബ്ബേ, ഞങ്ങൾ അവരെ ചവിട്ടി മരിക്കട്ടെ റബ്ബേ എന്ന് മനുഷ്യൻ വിലപിക്കുമെന്ന് ഖുർആൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമുക്ക് പഠിക്കാനും ആലോചിക്കാനും തിരുത്താനുമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ഒളൂവിന്റെ ശർത്തും ഫർളും ഏതെങ്കിലും മസ്അലാപരമായ കാര്യമല്ല, ഇസ്ലാമിന്റെ അഖീദയാണ്. അമ്പിയാക്കൾക്ക് വരെ പുറത്തു കിട്ടുകയില്ല എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഉപ്പാക്ക് റബ്ബ് പുറത്തു കൊടുക്കാത്ത വിഷയം അത്. അബൂ താലിബിന് വേണ്ടി പ്രവാചകൻ പടച്ചോന്റെ മുമ്പിൽ സംസാരിച്ചിട്ട് ഇന്നക്കലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിനക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ മസ്അലയാണിത്. ആ വിഷയത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ എത്തുന്നത്. ഇനി കേരളം ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണില്ല, ഒരു മഹാനോട് ഞങ്ങൾ അള്ളഹാനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കണില്ല. എന്താണ് ശരിക്കും കേട്ടോളി, അതുകൂടി പറഞ്ഞാൽ നമ്മളെ സംഗതി അവസാനിച്ചു. എന്താ, ഒരു മഹാനോടും നേരിട്ട് എന്ത് ചെയ്യണില്ല, ഞങ്ങൾ അള്ളഹാനോട് ചോദിക്കണ പോലെ ചോദിക്കണില്ല. എങ്ങനെ ചോദിക്കണുള്ളൂ? കൊടുത്ത കഴിവില്ലെന്നേ ചോദിക്കണുള്ളൂ. ഇത് മുസ്ലിയാക്കന്മാര് കേരളത്തിലുടനീളം പ്രസംഗിച്ച് നടന്നതാണ്. ഖലീൽ തങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന കഴിവ് എന്താണ്? അവർക്ക് എത്രയാണത് തിട്ടപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? അത് ആർക്കും കഴിയില്ല. അപ്പൊ അള്ളാഹു തആലക്ക് കുറെ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഫിൽ ഹയാത്ത് വഫിൽ ബഅദൽ ഹയാത്ത് ബിലാ ഹദ്ദിൻ വലാ ഹസ്നിൻ. ജീവിതകാലത്തും മരണകാലത്തും ഒരു അതിർത്തിയില്ലാതെ ഇഷ്ടം പോലെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഇത് ഇവരെഴുതുകയും ചെയ്തു. ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് അമ്പിയ ഔലിയാക്കളാകുന്ന മഹാന്മാരുടെ കാഴ്ച, കേൾവി തുടങ്ങിയ കഴിവുകൾ തികച്ചും അസാധാരണമാണെന്നും അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വിരുദ്ധമായി ഒരേ സമയത്ത് തന്നെ വളരെ അകലെ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിളികൾ അവർക്ക് കേൾക്കാനും ഗ്രഹിക്കാനും പരിഹരിക്കാനും കഴിയുമെന്നും ഈ കഴിവ് അള്ളാഹു അവർക്ക് ഔദാര്യമായി കൊടുത്തതാണെന്നും സ്പഷ്ടമായി. ഇതായിരുന്നു ഇവരുടെ തൗഹീദ്. ഇവരേറ്റവും കൂടുതൽ കവല പ്രസംഗങ്ങളിൽ പ്രസംഗിച്ച ഒരു മസലേത്. ഇനി ഇത് പേരോട് കൂടി ഈ കാര്യം കൊടുത്തു പറഞ്ഞോട്ടെ. അപ്പൊ അല്ലാഹു തആല കണ്ണിന് കാതിന് പ്രത്യേകം കഴിവ് കൊടുക്കുന്ന മഹാന്മാരുണ്ട്. അതിന് ചില മഹാന്മാര് വന്നവർ, ബാപ്പന്റെ മുതുകന്ന് വരുമ്പോ തന്നെ വലിയ വലിയായി വന്നവരുണ്ട്, കുതുബായി വന്നവരുണ്ട്. അതിൽപ്പെട്ട ഒരു കുട്ടിയാണിത്. വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു മഹാനായിരുന്നു. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ, മുതലായ റമളാനിൽ മുലനെ കുടിക്കും നാൾ 30 നാളിലും മുലനെ തൊടാതോവർ. റമളാൻ മാസത്തിൽ 30 ദിവസവും വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പകൽ സമയത്തും മാന്റെ മുല കുടിച്ചിട്ടില്ല. ബാപ്പന്റെ മുതുകന്ന് വരുമ്പോ തന്നെ വലിയ പവറോടുകൂടെ അല്ലാഹു പറഞ്ഞേച്ച മഹാനാണ്. അതുകൊണ്ട് തന്നെ ആ വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സാധാരണ വലിയല്ല, ഔലിയാക്കൾക്ക് നേതാവായ വലിയാണ്. വലിയ പവർ അല്ലാഹു കൊടുത്തവരാണ്. അല്ലാഹു പറയുന്നുണ്ടല്ലോ, എല്ലാവർക്കും പവർ ഒരുപോലെയല്ല. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു പറയുന്നു, വിശ്വസിച്ച മഹാന്മാര്, അതിൽ വല്ലാത്ത ഇൽമ കിട്ടിയ മഹാന്മാര്, അവരെ ദറജകളെ നമ്മൾ പടിപടിയായി ഉയർത്തും നബിയേ. എല്ലാരെ ദറജയും ഒരുപോലെയല്ല. ഇതിങ്ങനെ കവലകളിലും സമ്മേളനങ്ങളിലൊക്കെ പ്രസംഗിച്ചു. കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. അവർക്ക് പ്രത്യേക കഴിവുണ്ട്. നമ്മൾ അന്നൊക്കെ പറഞ്ഞു വന്നു, അള്ളാഹുവിന്റെ കഴിവ് ഒരു വ്യക്തിക്കും ശക്തിക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കി കൊടുത്താണ് പ്രശ്നം എന്ന ആയത്തെ നമ്മൾ ഉദ്ധരിച്ചു. അള്ളാഹുവിന്റെ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ കഴിവ് ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരിക്കലും റബ്ബ് കൊടുത്തിട്ടില്ല.
പ്രാർത്ഥന സ്വീകരിക്കാനുള്ള കഴിവ്, പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവ്, രോഗം മാറ്റാനുള്ള കഴിവ്, ആഗ്രഹം സൽഫീകരിക്കാനുള്ള കഴിവ്, ദേശാന്തര കാല വ്യത്യാസമില്ലാതെ ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ സർവം കേൾക്കാനുള്ള കഴിവ് ഇത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ, അവനല്ലാതെ മറ്റാർക്കുമില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല, അവൻ സർവം കേൾക്കുന്നവനും അവൻ സർവം അറിയുന്നവനുമാണ്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇത് പറയുന്ന പരിപാടികൾ കയ്യേറി ഊക്കി പിടിച്ചു. ഇവിടെ പുത്തന്നൂരിൽ ഒരു മനുഷ്യനെ 3 ദിവസം തുടർച്ചയായി പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും വീട്ടുകാരും കമ്മിറ്റിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി. 3 ദിവസം മയ്യിത്ത് മറവ് ചെയ്യാതെ പിന്നെ അദ്ദേഹത്തിന്റെ ബോഡി പുറത്തിരുന്നതിന്റെ, ഫ്രീസറുകളില്ലാത്ത കാലത്ത് പുറത്തിരുന്നതിന്റെ രേഖകൾ ഇവിടെ മഞ്ചേരിയിലെ കോടതി മുറിയിലെ ഫയലിൽ വിശ്രമിക്കുന്നുണ്ട്. അല്ലെ? അങ്ങനെ തൗഹീദിന്റെ സംഘം അവര് നിയമത്തിന്റെ പോലീസിന്റെ സെക്യൂരിറ്റിയിൽ ആ മുത്തന്നൂരിലെ മണ്ണിൽ ആ മനുഷ്യനെ മയ്യിത്ത് വെച്ച് അവര് വീട്ടിലേക്ക് പോയി വാതിലടച്ചൊളിച്ചിരിക്കല്ല ചെയ്തത്. മറിച്ച് വരുംകാലത്ത് ഈ മഞ്ചേരിയിൽ ഇതേപോലെ ഞാനടങ്ങുന്ന തലമുറയ്ക്ക് ഈ തൗഹീദ് ഭയമില്ലാതെ പ്രസംഗിക്കാൻ, ശക്തമായി സംസാരിക്കാൻ അവര് അവരുടെ ജീവിതം കൊടുത്തു. ആ ജനതയോടാണ് നിങ്ങളുടെ പോരാട്ടം, അവരുടെ പിൻഗാമികളോടാണ് നിങ്ങളുടെ പോരാട്ടം. അത് കണ്ടു വളർന്ന, കേട്ടു വളർന്ന, ചരിത്രത്തിൽ ഉൾക്കൊണ്ടവരെ ജിന്നിന്റെയും സിഹ്റിന്റെയും പിശാചിന്റെയും ചാപ്പ കുത്തി കെട്ടിയാൽ ഞങ്ങൾ ഉറക്കെ പറയും, അല്ലാഹുവിനെ അല്ലാതെ ആരെയും ഞങ്ങൾക്ക് വിളിക്കാനില്ല, ചോദിക്കാനില്ല. ആരൊക്കെ ആക്ഷേപിച്ചാലും ആക്ഷേപങ്ങൾ മുഴുവൻ വരുന്ന ഒരു പരലോകമുണ്ട്. അവിടെ പ്രസംഗിച്ച് നടന്നവരെ കൊമ്പില്ലാത്ത ആട്ടിൻകുട്ടിയെ കൊമ്പുള്ള ആട്ടിൻകുട്ടി കുത്തിയതിന്റെ പ്രതിക്രിയ, കുത്തിന്റെ എണ്ണവും വേദനയും നിശ്ചയിച്ച് തിരിച്ചു കുത്തി പ്രതികാരം ചെയ്യുന്ന ലോകമുണ്ട്. അവിടെ വെച്ച് കാണാന്ന് മാത്രമേ പറയുള്ളൂ. സുഹൃത്തുക്കളെ, കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ച് വിശ്വസിച്ച് അങ്ങനെ മരിച്ചുപോയ മനുഷ്യരെ മുഴുവൻ ക്യാൻസലാക്കിക്കൊണ്ട് ഇപ്പോൾ പേരോട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല. ചർച്ചകൾ വന്നപ്പോ, തർക്കങ്ങൾ വന്നപ്പോ, അവരെ ഉള്ളിൽ തന്നെ ഒരുപാട് കക്ഷിത്വങ്ങൾ ഉണ്ടായപ്പോ എല്ലാവരും ശമ്പളക്കാരും ആനുകൂല്യം പറ്റുന്നവരുമായതുകൊണ്ട് പൊട്ടിച്ച് പുറത്തു ചാടാൻ കഴിയാത്തത് കൊണ്ട് പിളർപ്പുകൾ രൂപപ്പെട്ടിട്ടില്ല. നല്ല കാര്യം അല്ലെ? ഇങ്ങനെ മുസ്ലിങ്ങൾ പിന്നെയും പിന്നെയും തുണ്ടമായി പിളരുന്നു എന്നുള്ളത് ഫാഷിസ്റ്റുകൾക്ക് ആഘോഷിക്കാൻ പറ്റിയ കാര്യം വേണ്ട. അവിടെ നോളി അല്ലെ? എല്ലാരും കൂടി നേരിടേണ്ടി വരും. ലെറ്റർ പേരിന്റെ എണ്ണം കൂടും. അവിടെ നോട്ടെ 8 20 ഒക്കെ ആയിട്ടുണ്ട്. അവിടെ തന്നെ നോട്ടെ. എന്താ പേരോട് പറഞ്ഞത്? ഇങ്ങനെ പ്രസംഗിച്ച് നടന്ന പേരോട് പറയണത് ശ്രദ്ധിച്ച് കേൾക്ക് നിങ്ങൾ. ഈ അടുത്ത് എൻ്റെ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ. ഒരു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയ്യത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ. ആ ഭാഗം എന്താണ് മുഅ്തസിലിയത്തിന്റെ ആശയം? പടച്ചറപ്പ് കുറച്ച് കൊടുത്തു വെച്ചിട്ടുണ്ട്, അതാണ് പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും എപ്പോഴും ചോദിക്കും, അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അള്ളാഹു കൊടുക്കുന്ന കഴിവ്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതോ വർദ്ധിച്ച കാര്യങ്ങൾ ജനിക്കണിന്റെ മുമ്പേ ഭയങ്കര പവർ കൊടുത്ത് പോന്നതുകൊണ്ട് എന്താ അമ്മിഞ്ഞപ്പാല് വരെ കുടിക്കാതെ നോമ്പ് നോറ്റ് ചെറിയ പ്രായത്തിൽ തന്നെ ജീവിച്ചു എന്നൊക്കെയാണ് തള്ളി വിട്ടത്. ഇപ്പൊ അവരുടെ തൗഹീദിന്റെ അവസ്ഥ നോക്കുന്നത്. കഴിഞ്ഞ കാലത്തെ തൗഹീദിലെ ആശയങ്ങൾ മുഴുവൻ തിരുത്തുക. ഞങ്ങൾ ഇങ്ങനെ തിരുത്തി എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയണ്ടോ? നേരത്തെ മനുഷ്യ കഴിവ് എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പൊ സൃഷ്ടിയുടെ കഴിവ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നൊക്കെ പറഞ്ഞു ഒപ്പിക്കാൻ ശ്രമിക്കലുണ്ട്. നിങ്ങൾ പറയാം, അപ്പൊ പറഞ്ഞ മറുപടി. ഞങ്ങൾ ഈ ആശയപ്രചാരണം തുടങ്ങിയ കാലം മുതൽക്ക് ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് സൃഷ്ടിയുടെ കഴിവ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വന്നത് രേഖകൾ ഉദ്ധരിച്ച് ഞങ്ങൾ സംസാരിക്കും. രേഖകൾ ഉദ്ധരിച്ച് സംസാരിക്കും. തൗഹീദിൽ ക്ലാരിറ്റി പ്രശ്നങ്ങൾ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. ക്ലാരിറ്റി പ്രശ്നങ്ങളുള്ളവർ, നിർവചനങ്ങൾ തിരുത്തിയവർ, അവർക്ക് ഇത് പറയാനും കഴിയില്ല, ഇത് പറയാനും കഴിയില്ല. അത് തന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് തന്നെയാണ് ആശയപരമായ വ്യത്യാസമായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അലവി സഖാഫിനെ ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹം പരിധിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നുകൂടി പറയട്ടെ. അല്ലാഹുവിനുണ്ട് ആ കഴിവ്. അല്ലാഹു മഹാന്മാർക്ക് നൽകുന്നു. ഖുർആൻ പറയുന്നു, ഇന്ന കഴിവേ
നൽകുള്ളൂ എന്ന് സ്കെയിലും വെച്ച് അളച്ച് നിങ്ങളിങ്ങനെ വേലി കെട്ടി പിടിച്ച് നിൽക്കണ്ട. പടച്ചോൻ പറയാം അല്ലാഹു യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്. കയ്യോ കണക്കുമില്ലാതെ നൽകുന്നു. തഫ്സീർ ഇബ്നു കസീറാണ് ഞാൻ പറയുന്നത്. കണ്ടോ യർസുഖു മയ്യശാഉ മിൻ ഖൽഖിഹി വയുൽഖീഹി അഖാൻ കസീറൻ ജസീലൻ. വമ്പിച്ച കൊടുതി കൊടുക്കും. ബിലാ ഹസ്നിൻ ക്ലിക്കപ്പെടുത്താൻ പറ്റൂല. 1000 എന്ന് പറഞ്ഞ് ക്ലിക്കപ്പെടുത്താൻ പറ്റൂല. 2000 എന്ന് ക്ലിക്കപ്പെടുത്താൻ പറ്റൂല. 10000 എന്ന് ക്ലിക്കപ്പെടുത്താൻ പറ്റൂല. ഓല താഴ്താദ്യം എണ്ണി കണക്കാക്കാനും പറ്റൂല. അങ്ങനെ അല്ലാഹു നൽകുന്നു. ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നൽകുന്നു. കമാ ജാഅ ഫിൽ ഹദീസി. ഹദീസിൽ അത് വന്നിട്ടുണ്ട്. ആയത്ത്, ഹദീസ്, തഫ്സീർ ഒക്കെ വെച്ച് സമർത്ഥിച്ചു. എന്താ സമർത്ഥിച്ചത്? യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു കണക്കില്ലാതെ കൊടുക്കും. അല്ലാഹു കണക്കില്ലാതെ പടച്ചോന്റെ കൈ കൊടുക്കുന്നവരുണ്ടോ? ഉണ്ടോ? ഈ പറഞ്ഞത് വിഗ്രഹങ്ങൾക്ക് കിട്ടൂലെന്ന് എന്ന് കിട്ടുമോ? ഇനി അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ കിട്ടുമോ? അപ്പൊ സുഹൃത്തുക്കളെ, എന്താ ഈ പറയണത്? പടച്ചോൻ ഓരോരുത്തർക്കും ചില ആളുകളെ ബില്യണറാക്കും, ചില ആളുകളെ 100 കിലോ പൊക്കണോനാക്കും, ചില ആളുകളെ 200 കിലോ പൊക്കണോനാക്കും, ചില ആളുകൾക്ക് ഒരു തീപ്പെട്ടി കൊള്ളി എടുക്കാൻ പറ്റൂല. അതൊക്കെ പടച്ചോൻ ഉദ്ദേശിച്ച മാതിരിയാണ്. ശക്തിയും കഴിവും ഒക്കെ കൊടുക്കുക. എനിക്ക് കണ്ണട വെച്ചാലേ കാണുള്ളൂ, നിങ്ങൾക്ക് കണ്ണട വെക്കാതെ കാണും. അതല്ലാതെ പടച്ചോൻ പ്രാർത്ഥനക്കുത്തരം ചെയ്യാൻ, ഗൈബ് അറിയാൻ, സൃഷ്ടികൾക്ക് ആവശ്യമുള്ള റബ്ബിന്റെ അടുത്തുനിന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ അത് പടപ്പുകളെടുത്തുനിന്ന് കിട്ടുന്ന ഈ ആയത്തിലൊന്നുമില്ല. നമ്മൾ പണ്ടും പറഞ്ഞു. 20 പേരോട് പറയുന്നു. പേരോട് പേരോട് അലവി സഖാഫിക്ക് മറുപടി പറയട്ടെ. പറയുന്നത് ഫർളും ഷർത്തും സുന്നത്തും അത് മൻദൂബൊന്നുമല്ല, തൗഹീദാണ് വിഷയം. കേട്ടോളി നിങ്ങൾ. അവിടെയും തെറ്റിദ്ധാരണ പറ്റൂല. അത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. മറിയം ബീവിയുടെ കറാമത്താണല്ലോ, ഭർത്താവില്ലാതെ കുട്ടി ജനിച്ചില്ലേ. ഇനി നമ്മുടെ നാട്ടിൽ ഒരു ബീവി എന്നും പറഞ്ഞൊരു പെണ്ണ് വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് അതിന്റെ കറാമത്താണെന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ വിട്ടുതരൂല കേട്ടോ. അവിടെയൊക്കെ പരിധി പറയേണ്ടതിന് പരിധിയുണ്ട്. കറാമത്തും എവിടെയുണ്ടാകും, എന്തുണ്ടാകും, ആലിമീങ്ങൾ വിട്ടുതരൂല കേട്ടോ. അവിടെയൊക്കെ പരിധി പറയേണ്ടതിന് പരിധിയുണ്ട്. കറാമത്തും എവിടെയുണ്ടാകും, എന്തുണ്ടാകും, എങ്ങനെയുണ്ടാകും, ആർക്കുണ്ടാകും, അതിനൊക്കെ പരിധികളുണ്ട്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. അപ്പോ പരിധി ഉണ്ടേന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ തൗഹീദാണ് നിങ്ങൾ തിരുത്തിയത്, നിങ്ങളെ തൗഹീദാണ് പൊളിഞ്ഞത്. എന്നിട്ട് പറയെന്താ? മുജാഹിദികളെ എട്ടായി പൊട്ടിയെന്നാണ്. ഇനി ഒരു 4 മിനിറ്റ് കൂടി 10 മണിക്കുള്ളൂ. 10 മണിക്കാണ് നമ്മൾ നിർത്തല്. 10 മണിക്കാണ് നിർത്തല്. അപ്പോ ഇനി എന്തൊക്കെ വരണം? ഇനി എന്തൊക്കെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ അള്ളാഹുവിന്റെ സർവ്വശക്തിയുമുള്ള ഔലിയാക്കൾ ഉണ്ട് എന്നുള്ളത് തൊട്ട് ഒരുപാട് ഔലിയാക്കൾ മഴ വർഷിപ്പിക്കും, ഔലിയാക്കൾ പിന്നെ മനുഷ്യനെ അള്ളാഹ് ചെയ്യുന്ന പണി പുനർജീവിപ്പിക്കും, കല്ലും മണ്ണൊക്കെ ഔലിയാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ മണ്ണാർക്കാട് വെച്ച് ബാക്കി പറയും. ഇന്ന് തൗഹീദുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. സമഗ്രമായി കേരളത്തിലെ ഓരോ കവലയിലും ജനങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനാണ് ഈ ക്യാമ്പയിൻ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെ നിങ്ങൾ കണ്ടു. മരിക്കണോടത്ത് പോലും മൊഹീദ്ദീൻ ശൈഖിനെ വിളിപ്പിക്കാൻ പഠിപ്പിച്ച, ചോദിക്കാൻ നല്ലത് അദ്ദേഹത്തോടാണ് എന്ന് ക്യാമ്പയിൻ ചെയ്ത ആൾക്കാർ പതുക്കെ അതിന് പിന്മാറി തുടങ്ങുക. എന്താ? പതുക്കെ ഇന്ന് പിന്മാറി തുടങ്ങണം. പിന്മാറുന്ന സന്തോഷമുള്ളൂ. പക്ഷേ നിങ്ങൾ പച്ചക്ക് തിരുത്തു. അങ്ങനെയാണ് ഇമാമിയങ്ങൾ ചെയ്തത്. ഇമാമിങ്ങൾക്ക് പറ്റിയ പിഴവുകൾ, ഇമാം റാസി റഹിമഹുള്ളാഹിക്ക് പറ്റിയ പിഴവുകൾ അദ്ദേഹം എങ്ങനെ തിരുത്തിയത്? നിഹായത്തു ഇഖ്ദാമിൽ ഉഖൂലി ഇഖാലു വഅക്തറു സഈൽ ആലമീന ളലാലു വഅർവാഹുനാ ഫീ വഹശത്തിൻ മിൻ ജുസൂമിനാ സിവാ അൻ ജമഅനാ ഫീഹി ഖീല വഖാലു. അദ്ദേഹം അങ്ങനെ തിരുത്തിയത്. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഫൽസഫക്കാരുടെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് കയറിയപ്പോ മരണത്തിന്റെ തൊട്ടുമുൻപ് അദ്ദേഹം തിരുത്തി. ഇമാം ബുഖാരിയുടെ കിതാബിലേക്ക് അദ്ദേഹം ചേർന്നു. അഹ്ലുസുന്നയുടെ വഴിയിലേക്ക് അദ്ദേഹം ചേർന്നു. തന്റെ പരിശ്രമങ്ങളുടെ ദീർഘകാലത്തിന് 2 വരി കവിതകൾ കൊണ്ട് തീയിട്ട് അദ്ദേഹം വഴിയിൽ ചേർന്നു. അങ്ങനെ വരണം, അങ്ങനെ വരണം. സഹോദരന്മാരെ, അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയാം, എന്നിട്ട് പ്രാർത്ഥിക്കാന്ന് പറയാം. പിന്നെ അതിന്റെ ഹുക്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ. അവസാനം എത്രയോ കാലഘട്ടങ്ങളായി പഠിപ്പിച്ച അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാനുള്ള ന്യായം റബ്ബിനോട് ചോദിക്കുന്നത് പോലെയല്ല. കൊടുത്ത കഴിവിൽ നിന്നെ ചോദിക്കുന്നുള്ളൂ. മഹാന്മാർക്ക് പരിധികളില്ലാത്ത കഴിവുണ്ട് എന്ന് പറഞ്ഞ
പറഞ്ഞവർ അതുകൂടി തിരുത്തുന്നതാണ് നമ്മൾ കാണുന്നത്, അതുകൂടി തിരുത്തുന്നതാണ്. അപ്പോ സമസ്തക്കുള്ളിൽ ഷിയായിസത്തിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. അതൊരു ഭാഗത്ത് വർക്ക് ചെയ്യുമ്പോ എന്താ കൊടുത്ത കഴിവും അതൊക്കെ ഉണ്ടാക്കി. കൊടുത്ത കഴിവ് ഷിയാക്കൾ കൊണ്ടുവന്നതാ. അപ്പോ രണ്ടാമത് ഈ പേരോട് സഖാഫി അദ്ദേഹം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ കുറിച്ച് പ്രശംസിച്ച് സംസാരിച്ച ചില വരികൾ കാണാനിടയായി. വായിക്കുന്നുണ്ട് ഉസ്താദ്, പഠിക്കുന്നുണ്ട് ഉസ്താദ് എന്ന് പ്രതീക്ഷിക്കാണ് നമ്മള്. ഓരോരുത്തരും ഏകന്മാരായി നാളെ പരലോകത്ത് വരേണ്ടി വരും. റബ്ബിന്റെ വിചാരണ കോടതിയിൽ നിൽക്കേണ്ടി വരും, ഉത്തരം പറയേണ്ടി വരും. അന്ന് യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. അന്ന് ഭൂമി വാർത്ത വായിക്കും, ഓരോന്നും കൈകാലികൾ സംസാരിക്കും. ഇതൊക്കെ ഉണ്ടാകുമോ എന്ന് സംശയമുണ്ടോ എങ്കിൽ ഖുർആൻ ചോദിക്കാണ്, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. ആർക്കെങ്കിലും മരിച്ചതിന്റെ ശേഷം കുഴിമാടങ്ങളിൽ നിന്ന് അവരെ ചുട്ടു ചാമ്പലാക്കി അങ്ങനെ പറത്തിക്കളഞ്ഞ പുണ്യതീർത്ഥങ്ങളിൽ നിന്ന് സെമിത്തേരികളിൽ നിന്ന് ഭൂകമ്പങ്ങളിൽ ഒഴുക്കുകളിൽപ്പെട്ട് ആ തിരിച്ചു കിട്ടാതായ ബോഡികൾ കിടക്കുന്നിടത്ത് നിന്ന് തിരിച്ചു വിളിക്കപ്പെടുമെന്ന കാര്യത്തിൽ മനുഷ്യരെ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ സംശയത്തിന്റെ ഉത്തരം സൂക്ഷ്മമായ ബീജബിന്ദുക്കളിൽ നിന്ന് പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെയുള്ള ബീജബിന്ദുക്കളിൽ ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്തെത്തുന്ന ഒന്ന് മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്ന് അണ്ഡവാഹിനി കുടലുകളെ അതിജീവിച്ച് ഗർഭപാത്രത്തിന്റെ ഇരുട്ടറകളെ കടന്ന് മനുഷ്യ കുഞ്ഞായി ജനിക്കുന്ന പ്രക്രിയ ഉണ്ടാക്കിയ റബ്ബ് അവരെ പറ്റില്ലേ മനുഷ്യരെ വീണ്ടും തിരിച്ചു വിളിക്കാൻ? അവന് ഹൃദയം നൽകിയ റബ്ബ് അവന് പറ്റില്ലേ മനുഷ്യനെ തിരിച്ചു വിളിക്കാൻ? അവന്റെ തലച്ചോറിൽ 560 കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴൽ കൊടുത്ത റബ്ബ് അവന് പറ്റില്ലേ അവനെ തിരിച്ചു വിളിക്കാൻ, അവനെ വീണ്ടും ജീവിപ്പിക്കാൻ? മനുഷ്യന് അവന് മാത്രമുള്ള മുടി കൊടുത്ത റബ്ബ്, ഉമനീര് കൊടുത്ത റബ്ബ്, കൈവിരൽ അടയാളങ്ങൾ കൊടുത്ത റബ്ബ് അവന് കഴിയില്ലേ തിരിച്ചു വിളിക്കാൻ എന്നാണ് ചോദ്യം. തിരിച്ചു വിളിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ പഠിക്കണം, തിരുത്തണം. പഠിക്കാൻ നമുക്ക് സംവിധാനമുണ്ട്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളുണ്ട്, അന്നൂർ ഖുർആൻ പഠന പദ്ധതിയുണ്ട്. ടീച്ചറിൽ കയറുക, കോഴ്സ് ഓപ്ഷനിൽ കയറുക, ഖുർആൻ ശാന്തമായി പഠിക്കുക. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാക്കി തന്നിരിക്കുന്നു. സൂറത്ത് ഖമറിൽ 4 തവണ. നിങ്ങൾ അക്ഷരം അറിയാത്ത ആളാണ്, ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിയാത്ത ആൾ, ഇതൊന്നും പ്രശ്നമല്ല. റബ്ബിന്റെ ഓഫറാണ് അല്ലെ? നിങ്ങൾക്ക് അറബി അക്ഷരങ്ങളെ അറിയില്ല, പ്രശ്നമല്ല. മുസ്ലിങ്ങളോട് മാത്രമല്ല സർവരോടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പഠിക്കാൻ സംവിധാനമുണ്ട്. സമ്മറൈസ് മോറൽ സ്കൂളുകൾ, അതുപോലെ തന്നെ സമ്മർ ക്രസ്റ്റ് പോലെ ഉള്ള സംരംഭങ്ങൾ ഒക്കെ ഇവിടെ ആരോട് ചോദിച്ചാലും ചെറിയ കുട്ടികൾക്ക് LP UP ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടി ഒക്കെയുണ്ട്. എല്ലാതും അവലംബിച്ച് മുന്നോട്ട് പോവുക. നമ്മളുടെ മണ്ഡലം പരിപാടി കഴിഞ്ഞു എന്നതുകൊണ്ട് ജോലി തീരുന്നില്ല. ഒരിക്കലും മഞ്ചേരിയുടെ 25 കിലോമീറ്റർ ചുറ്റളവിൽ ഒരിക്കൽ പോലും തൗഹീദ് കേൾക്കാത്ത കുറെ പ്രദേശങ്ങളുണ്ട്. അവിടെ പ്രോഗ്രാമുകൾ വെക്കാനുള്ള പ്രചോദനമാകണം ഇന്നത്തെ ഒത്തുകൂടൽ. അങ്ങനെയാണ് അയൽക്കൂട്ടങ്ങൾ വെച്ചും പരിപാടികൾ വെച്ചും ആരെയും നമ്മൾ വ്യക്തിപരമായി വിമർശിച്ചിട്ടില്ല, ആരെയും വേദനിപ്പിക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. തമാശ പറയാനും കളിയാക്കാനുള്ള ഭാഗ്യങ്ങൾ വരാഞ്ഞിട്ടല്ല, മറിച്ച് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ഇത് റബ്ബിന് വേണ്ടിയാണ്. വലില്ലാഹി വലി താരീഖ്, റബ്ബിന് വേണ്ടിയാണ്, ചരിത്രത്തിന് വേണ്ടിയാണ്. ആ ദൗത്യ നിർവഹണമായി നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.